പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമ്മിലേക്ക് പടിവാതിൽക്ക് വന്നു നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പരിശുദ്ധ ശഅബാനിന്റെ അവസാനത്തെ നാളുകളിലാണ്. അല്ലാഹു തആല നാം റജബിലും ശഅബാനിലും നാം ചെയ്ത കാര്യങ്ങൾ അല്ലാഹു തആല നമ്മൊന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് നാം 2 മാസങ്ങൾക്ക് മുമ്പേ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ ദുആ ചെയ്ത ദുആയുണ്ട്, നമ്മൾ എല്ലാവരും ദുആ ചെയ്ത ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ. ഇന്ന് നാം അല്ലാഹുവിനോട് 2 മാസം മുമ്പേ ബല്ലിഗ്നാ ശഹ്റ റമദാൻ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ നാം ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്, ആ പരിശുദ്ധമാക്കപ്പെട്ട റമദാന്റെ മഹത്വം എത്രയായിരിക്കും. അല്ലാഹു തആല റമദാനിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാവട്ടെ. അല്ലാഹു തആല റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഇനി അധിക സമയം കളയാതെ ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, ആ ഖുർആൻ ഇറക്കപ്പെട്ട മാസമായതാണ്. ആ ഖുർആൻ ഇറക്കപ്പെട്ട മാസം പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസമാണ്. അല്ലാഹുവിന്റെ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനോട് പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം ഉണ്ടല്ലോ, ആ റമദാന്റെ പ്രത്യേകത എന്താ? ഉൻസില ഫീഹിൽ ഖുർആൻ. ആ റമദാനിലാണ് അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറക്കപ്പെട്ടത്. ഖുർആൻ ഇറക്കപ്പെട്ട മാസം റമദാനാണെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ രാത്രിയുള്ളത് ആ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ്. നാം ചിന്തിക്കണം എന്തൊക്കെ പരിശുദ്ധ പ്രത്യേകതയാണ് റമദാനിലുള്ളത്. അല്ലാഹു തആല അതെല്ലാം മുതലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ റമദാന്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരുള്ള അത്രയും അധികം മഹത്വമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിന്റെ അവസാന ദിനങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുമായിരുന്നു. ഖതബ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ശഅബാന്റെ അവസാനത്തെ നാളുകൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പ്രസംഗിക്കാറുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് അളല്ലക ശഹ്റുൻ അലീം, വലിയൊരു മാസമാണ് നിങ്ങളിലേക്ക് കടന്നു വന്നത്. ഇത് ശഹ്റു മുബാറക, വളരെ മുബാറക്കാക്കപ്പെട്ട മാസമാണ്, പവിത്രതയേറിയ മാസമാണ്. ആ ഒരു മാസത്തിലാണ് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരൊറ്റ രാത്രി ഉണ്ടല്ലോ, ആ രാത്രി അടങ്ങിയ മാസമാ പരിശുദ്ധ റമളാൻ. മാത്രമല്ല ജഅലല്ലാഹു സിയാമഹു ഫരീള വഖിയാമു ലൈലത്തുൽ തവ്വ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലെ അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയ മാസമാണ് റമളാൻ മാസമേ. എന്നിട്ടോ വജഅല ഖിയാമു ലൈലത്തുഹു, ആ റമളാനിന്റെ രാത്രിയിലുണ്ടല്ലോ, റമളാനിന്റെ രാത്രി നമസ്കരിക്കല് അല്ലാഹു തആല സുന്നത്താക്കിയ മാസം ഏതെന്നറിയോ? ഇത് പരിശുദ്ധ റമളാൻ. പറഞ്ഞ തീരൂല, അത്രയും പവിത്രതയാണ്, പറഞ്ഞ തീരാത്തത്രയും പവിത്രതയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലുള്ളത്. അല്ലാഹു തആല ആ മാസം മുതലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. കഴിഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സഹാബ, എൻ്റെ പ്രിയമുള്ള സഹാബ, റമദാന്റെ മഹത്വം എന്താണെന്നോ? മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരിൻ, ആരെങ്കിലും ഒരു നന്മയുടെ ഖസ്ലത്ത് കൊണ്ട്, ഒരു അണിമണി തൂക്കം കൊണ്ടെങ്കിലും ആരെങ്കിലും ഈ റമദാൻ മാസത്തിൽ അടുത്തു വന്നാൽ, ഈ റമദാൻ മാസത്തിനോട് നന്മ ചെയ്താൽ, ആ സമയത്തിൽ ഔ അദ്ദാ ഫരീദൻ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഫർള് ചെയ്ത് കഴിഞ്ഞാൽ എങ്കിൽ അവനക്ക് ലഭിക്കുന്ന ബൈത്തർ എന്താണെന്നറിയോ? കാന കമൻ അദ്ദാ സബഈന ഫരീള ഫീമാ സിവാ. അതല്ലാത്ത 70ഓളം ഫർളുകൾ ചെയ്ത പവിത്രതയാണ്. ഒരു ഫർളിനിക്ക് 70 ഫർളിന്റെ പവിത്രതയാണ്, ഒരു സുന്നത്തിനിക്ക് ഒരു ഫർളിന്റെ പവിത്രതയാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം, ഇത്രയും പുണ്യങ്ങളുടെ മഹത്തമായ റമളാൻ മാസം കടന്നു വരുമ്പോ ആ റമളാൻ നോമ്പ് നോൽക്കാതെ തെമ്മാടിത്തം കാട്ടി നടക്കുന്നവർക്ക് ഉദാഹരണമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? ഞാൻ ഒരിക്കലും ഇങ്ങനെ കടന്നുറങ്ങുന്ന സമയത്ത് അതാ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി. ആ പർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോ ഞാൻ കണ്ട കാഴ്ച അത്ഭുതമാണ്. ഒരു മനുഷ്യനെ ഞാൻ കാണാനിടയായി. ആ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ?
ആ മനുഷ്യൻ തലകീഴായി കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ നാവ് നീട്ടപ്പെട്ടിരിക്കുകയാണ്. ആ നാവ് കൊണ്ട് ആ മനുഷ്യനെ വരിഞ്ഞ് മുറുക്കി കെട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞില്ല, 4 ഭാഗത്തിൽ നിന്ന് മലക്കുകൾ അവനിങ്ങനെ അടിക്കുകയാണ്. വല്ലാത്ത ദയനീയമായ അവസ്ഥ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിച്ചു, അല്ലയോ ജിബ്രീൽ, എന്തിനാണ് ഈ പാവത്തിനെ ഇങ്ങനെ ആക്രമിക്കുന്നത് ജിബ്രീൽ? എന്തിനാണ് ഈ പാവത്തിനെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് ജിബ്രീൽ? അതുകൊണ്ട് ജിബ്രീലേ, ഈ പാവത്തെ വെറുതെ വിട്ടുകൂടെ എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ അരുത്, നബിയേ അരുത്. ഇത്രയും പുണ്യമേറിയ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം കടന്നു വന്നിട്ട് അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലെ നോമ്പ് നോക്കാൻ കൽപ്പിച്ചിട്ട് നോമ്പ് നോൽക്കാതെ തമ്മാടിത്തം കാട്ടിക്കൊണ്ട് റമളാൻ എന്ന വില കൽപ്പിക്കാതെ നോമ്പ് നോൽക്കാതെ കടന്നടന്നവനാണ് നബിയേ. അതുകൊണ്ട് ഇവനോട് നിങ്ങൾ ശുപാർശ ചെയ്യല്ല നബിയേ, ഇവന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അവനെതിരെ ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും ഗൗരവമാണ് റമളാൻ മാസം നോമ്പ് നോൽക്കാതെ നമ്മാടിത്തം കാട്ടി നടക്കുന്നവന്റെ അവസ്ഥയെങ്കിലേ എന്റെ പ്രിയമുള്ളവരെ നാം എല്ലാം ചിന്തിക്കേണ്ടതുണ്ട്. ഏതൊരാളും എത്ര വലിയ തമ്മാടിയാണെങ്കിൽ പോലും റമളാൻ മാസം കടന്നു വന്നാൽ അവനക്ക് മനസ്സിനൊരു ശാന്തത, ഒരു സമാധാനം വരും. ഒരു നന്മയുടെ ഒരു പ്രകാശം അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എവിടെയോ ഒന്ന് പ്രകാശിക്കും. അല്ലാഹു തആല ആ റമളാന്റെ പ്രകാശം കൊണ്ട് മൂടപ്പെട്ട ഒരാഴ്ചയിൽ അല്ലാഹു തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? ആ സ്വഹാബത്തിനെ നബിതങ്ങളെ പറഞ്ഞു കൊടുത്തത് എന്താണ്? എന്റെ പ്രിയമുള്ള സ്വഹാബ, കഴിഞ്ഞില്ല, ഒരുപാട് പുണ്യങ്ങൾ നബിതങ്ങളെ പറഞ്ഞുകൊണ്ട് അവസാനം പറയുകയാണ്, മുഅ്മിനിന്റെ ഭക്ഷണം വർദ്ധിക്കപ്പെടുന്ന മാസമാണ് റമളാൻ മാസം. كان له مغفرة لذنوبه وعتق رقبة من النار. റമളാൻ മാസം ആരെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഒരാളെങ്കിലും വല്ലത് കൊണ്ടും ആരെങ്കിലും ഒരു നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്ന പവിത്രത എന്തെന്നോ, അവന്റെ എല്ലാ പാപങ്ങളുണ്ടല്ലോ, ഈ ദുനിയാവിൽ അവൻ ചെയ്തു കൂട്ടിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാപങ്ങളുണ്ടല്ലോ, നന്മകളെക്കാൾ ഇരട്ടിയായിട്ട് പാപക്കറകൾ എന്റെ മനസ്സിൽ നിന്ന് കറുത്തുകൊണ്ടിരിക്കുന്ന ആ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങളെ അല്ലാഹു തആല കഴുകിക്കളയുന്ന മാസമാണ്. ആ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഒരാൾക്ക് നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കിടക്കാണ്. കഴിഞ്ഞില്ല, അല്ലാഹു തആല അവനെ ഒരുപാട് ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ്. അത്രയും പുണ്യമേറിയ റമളാൻ മാസമാണ്. ആ റമളാൻ നോമ്പ് തുറപ്പിച്ചാലുള്ള പ്രതിഫലം നാം പറഞ്ഞു. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ലല്ലോ നബിയേ, മറ്റൊരാൾക്ക് നോമ്പ് തുറപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ നബിയേ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ ഭയപ്പെടേണ്ട സ്വഹാബ, നിങ്ങൾ ദുഃഖിക്കേണ്ട സ്വഹാബ, നിങ്ങൾ സങ്കടപ്പെടേണ്ട സ്വഹാബ, വലോബി മുദിക്കത്തിലപ്പനിൻ, ഒരു കവിള് പാലെങ്കിലും കൊടുത്തിട്ട് നോമ്പ് തുറപ്പിച്ചാ മതി സ്വഹാബ. സ്വഹാബത്ത് കൈമലർത്തി, നബിയേ, എവിടുന്നാ ഞങ്ങൾക്ക് പാൽ ലഭിക്കുവാ നബിയേ? അത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വലോബി ശിക്കി സംരത്തി, ഒരു ഈത്തപ്പനയുടെ ചീള് കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിച്ചാ കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു ഈത്തപ്പനയുടെ ചീള് കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിച്ചു കൊടുത്താൽ അവനിക്ക് ലഭിക്കുന്ന മഹത്വമാണെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തിൽ ചിലർ വീണ്ടും കൈമലർത്തുകയാണ്, നബിയേ, ഞങ്ങളുടെ അടുക്കൽ പോലും അത് ഒരു ഈന്തപ്പനയുടെ ചീള് പോലും ഞങ്ങളുടെ അടുക്കലില്ല നബിയേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സ്വഹാബ, നിങ്ങൾ ഭയപ്പെടേണ്ട സ്വഹാബ, നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങളെ വെറുതെ വിടൂല. വലോ ബിശുർബത്തിൽ മാ,
ഒരു മുറുക്ക് പച്ചവെള്ളം കൊണ്ടെങ്കിലും നിങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യൻ നോമ്പ് തുറപ്പിച്ചു കൊടുത്താൽ ഈ പവിത്രത നിങ്ങൾക്ക് ലഭിക്കും സഹാബ. ചിന്തിക്കണം, നാം ചിന്തിക്കണം. ഒരു മുറുക്ക് പച്ചവെള്ളം കൊടുത്തെങ്കിലും ഒരാൾ നോമ്പ് തർപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല നൽകുന്ന പവിത്രത എന്താണ്? അതുകൊണ്ട് അത് പറഞ്ഞിട്ട് ഇപ്പോ ഈ കാലത്തുകളൊന്നും പറയാൻ പറ്റൂല. അങ്ങനത്തെ കാലഘട്ടമാണിത്. കാരണം പച്ചവെള്ളം കൊണ്ട് നോമ്പറപ്പിച്ചു പറഞ്ഞാൽ എല്ലാവരും തുടങ്ങും, എല്ലാവരും പച്ചവെള്ളം നോമ്പർ പിടിച്ചത്, പിന്നെ എല്ലാവർക്കും പച്ചവെള്ളമായിരിക്കും. അങ്ങനെയല്ല, അന്നത്തെ സാഹചര്യം അതായിരുന്നു. പട്ടിണി പാവങ്ങളായ സഹാബത്ത്, ആ സഹാബത്തിന്റെ കാലത്തുള്ള അവസ്ഥയാണ് നാം പറഞ്ഞത്. അല്ലാഹു തആല റമളാൻ മാസം ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നീക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, കഴിഞ്ഞില്ല അള്ളാന്റെ പ്രവാചകരെ പറയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. റമളാന്റെ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നിങ്ങളെ പറയാണ്, അള്ളാന്റെ പ്രവാചകരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, ഫസ്തക്സിറൂ ഫീഹി മിൻ അർബഅ ഹിസാൽ, 4 കാര്യങ്ങൾ ആ റമളാൻ മാസത്തിൽ നിങ്ങൾ അധികരിപ്പിക്കണേ. ആ റമളാൻ എന്നാൽ എന്താണെന്നറിയോ? ആ റമളാന്റെ റമളാന്റെ ആദ്യ 10 റഹ്മത്തിന്റെ 10ആണ്. നടുവിലെ 10 അത് മഗ്ഫിറത്തിന്റെ 10ആണ്. അവസാനത്തെ 10 അത് അഅ്തുകും മിനന്നാറിന്റെ 10ആണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകരെ പഠിപ്പിക്കുമ്പോൾ ആ പ്രവാചകൻ അങ്ങനെ പറയാണ്, 4 കാര്യങ്ങൾ ആ റമളാൻ മാസം കടന്നു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2 കാര്യങ്ങൾ അല്ലാഹു തആല തൃപ്തിപ്പെടുത്താനും 2 കാര്യങ്ങൾ നിങ്ങൾ എത്ര അല്ലാഹുവിനോട് ചോദിച്ചാലും മതി വരാത്ത കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നോ അല്ലാഹുവിന്റെ പ്രവാചകരെ പഠിപ്പിക്കുകയാണ്. എന്റെ സഹാബ, ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ എന്നറിയോ? സഹാബത്തിന് ചോദിക്കുമ്പോൾ സഹാബത്ത് കൈമലർത്തിക്കൊണ്ട് പറയാണ്, റസൂലുള്ളാഹി തങ്ങളെ ഞങ്ങൾക്ക് കേൾക്കാൻ ആകാംക്ഷയാകുകയാണ് നബിയെ, നിങ്ങൾ പറഞ്ഞു തരണം നബി എന്ന് പറഞ്ഞപ്പോ വിധങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സഹാബ അല്ലതാനി തർമൂന ബിഹിമാ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ 2 കാര്യങ്ങളുണ്ടല്ലോ. ആ 2 കാര്യങ്ങൾ എന്താ സഹാബ എന്നറിയോ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തുനബി തങ്ങൾ പറയാണ്, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ഓർക്കലുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ തൗഹീദിന്റെ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ നിങ്ങൾ ഉറപ്പിച്ചോ സഹാബ, നിങ്ങൾ അധികരിപ്പിച്ചോ സഹാബ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ നിങ്ങൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം സഹാബ. എന്നിട്ടോ അല്ലാഹുവിനോട് പാപമോചനം തേടിക്കോ. ഈ 2 കാര്യങ്ങളുണ്ടല്ലോ, ഈ 2 കാര്യങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് അല്ലാഹു തആലയുടെ തൃപ്തി ലഭിക്കാനുള്ളതാണ്. അതുകൊണ്ടാ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോ നാം ഇങ്ങനെ ചെല്ലാറില്ലേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിറുല്ലാഹ് വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നാം ഇങ്ങനെ തേടുമ്പോ അല്ലാഹു തആലക്ക് തൃപ്തിയാവുകയാ മുഅ്മിനേ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂൽ നിർത്തുന്നില്ല. മറ്റു 2 കാര്യങ്ങൾ അതെന്നറിയോ? ഇതകും മിനന്നാർ വദഖൂലുൽ ജന്ന. എത്ര കിട്ടിയാലും മതിയാവില്ല, എത്ര കിട്ടിയാലും എത്ര നമുക്ക് കിട്ടിയാലും മതിയാവാത്ത 2 കാര്യങ്ങൾ എന്താ? ഇച്ചുക്കും ജന്ന, സ്വർഗ പ്രവേശനവും നരകമോചനവുമാണ്. അല്ലാഹു തആല അതെല്ലാം ലഭിക്കുന്നവരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവര്, നാം അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകർ പറയാണ്, കൽബി റളിയല്ലാഹു അൻഹു തൊട്ട് കൽബി അൻ അബി നളർ റളിയല്ലാഹു അൻഹു അബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന അബ്വാബൽ ജന്നതി വഅബ്വാബു സമാഇ തഫ്തഹു ലിഅവ്വൽ ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ വലാ തഗ്ലഖു ഇലാ ആഖിർ ലൈലത്തിൻ മിൻഹു. എന്താ പറഞ്ഞത്? പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ 1ാമത്തെ ദിവസം അങ്ങ് തുറന്നു കഴിഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകർ പറയാണ്, ഇന്ന അവ്വൽ ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, റമളാനിന്റെ 1ാമത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ തഫ്തഹു അബ്വാബുൽ ജന്ന, സുഖലോക സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മലക്ക് തുറക്കപ്പെടുകയാണ്. എന്നിട്ടോ ഏത് മുതൽ? റമളാനിന്റെ 1ാമത്തെ രാവ് മുതൽ ഏത് വരെ?
ഇലാ 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 30ാമത്തെ ദിവസം വരെ, റമളാൻ 30ാമത്തെ ദിവസം വരെ ആ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും സുഖലോക സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു തആല അതെല്ലാം ലഭിക്കുന്ന സത്യവിശ്വാസികൾ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തിയമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവസാനമായിട്ട് നാം ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാം നിർത്താം. ഒരാൾ റമളാൻ മാസം നോമ്പ് നോറ്റാൽ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം എന്താണ്? സുഖലോക സ്വർഗത്തിൽ അല്ലാഹു തആല അവനക്കൊരു വീട് നിർമ്മിക്കുന്നതാണ്. എന്നിട്ടോ എന്തിനാണ്? ചുവന്ന യാക്കൂത്ത് കൊണ്ടുള്ള വീട്. യാക്കൂത്ത് ഒരു വളരെ വളരെ മൂല്യമേറിയ മുത്താണ്, മാണിക്യമാണ്. ആ മാണിക്യത്തിനാലുള്ള വീട് അല്ലാഹു തആല സുഖലോക സ്വർഗത്തിൽ പണിയുമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവർ, നമുക്ക് വേണ്ട വീട് വേണ്ടേ? അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ ആ വീട് വേണ്ടേ? എന്നിട്ടോ ആ വീടിന്റെ പ്രത്യേകത എന്താണ്? അതിലേക്ക് 70ഓളം വാതിലുകൾ ഉണ്ടാകും. ഓരോ വാതിലുകളിലും 2 സ്വർണത്തിനായുള്ള 2 പടയാളികൾ ഉണ്ടാകും. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹു തആല കാവൽക്കാരുണ്ടാകും. അല്ലാഹു തആല ഇതെല്ലാം ലഭിക്കുന്ന സത്യവിശ്വാസികൾ അല്ലാഹു തആല നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ.